നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരുടെ കൂട്ടുകാരുടെ പടം കണ്ടിട്ട് നീ ബോധം കെട്ട് വീഴുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യരുത്. വായുന്ന ഒരു അക്ഷരം പുറത്തേക്ക് വീഴരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി പിടിച്ചു നിന്നോണം. ബോധം കെട്ട് വീഴാൻ കല്യങ്കാട്ട് നീലയൊന്നല്ലല്ലോ അവരുടെ കൂട്ടുകാരി. എന്തായാലും ഒരു കൊച്ചുഞ്ഞല്ലേ. ബോറടിക്കുന്നല്ലോ. ഈ ചിറ്റപ്പൻ എന്താ ഇയാള് വരച്ച പടം കുട്ടികളെ കാണിക്കാതിരുന്നു? എന്തായാലും ചിറ്റപ്പൻ എന്ന് വിളിച്ചു നോക്കാം. ഈ ചിറ്റപ്പൻ എന്താ ഫോൺ എടുക്കാത്തെ? പറയണം മാഡം. എന്റെ മോള് സത്യ, അവളുടെ കയ്യിൽ ഫോണുണ്ട്. അത് സ്വിച്ച് ഓഫ് ആണ്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കാവോ? ഞാൻ നമ്പർ അയക്കാം. ശരി മാഡം. അമ്മേ, ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് തിരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ഇന്ന് കൊണ്ടുവരലോന്നാ ടീച്ചർ പറഞ്ഞത്. ഓ, വയനാടല്ലേ? ദുരന്ത ബാധിതർക്ക് വേണ്ടിയല്ലേ മോളെ? കുറയ്ക്കണ്ട. സത്യ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നോട് പണം വാങ്ങിച്ചത്? ഈശ്വര, അപ്പൊ എല്ലാം മുൻകൂറായി പ്ലാൻ ചെയ്തതായിരുന്നു അല്ലേ? എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തരുത്. ഹലോ ചിറ്റപ്പ. എന്താടി, നീ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു ചിറ്റപ്പ. ഞാനിവിടെ മീൻപാറ വരെ ഒന്ന് വന്നതാ. അപ്പോ ചിറ്റപ്പന്റെ കാര്യം ഓർത്തപ്പോ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. മീൻപാറയല്ലോ? അവിടെ എന്താ പരിപാടി? ഹിൽ സ്റ്റേഷൻ അല്ലേ ചിറ്റപ്പ? ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ വന്നതാ. തിരിച്ചു പോകുന്ന വഴി ഒരു പണി കിട്ടി. എന്ത് പണി? അത്
ആ, എന്താ ചിറ്റപ്പ? ശ്യാമയുടെ മകളും ആ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയെന്നല്ലേ നീ പറഞ്ഞത്? അതെ. രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നവർ, ഒരേ യൂണിഫോം. ആ അതെ. അല്ല ചിറ്റപ്പൻ എങ്ങനെ? ആ ചിറ്റപ്പൻ അറിയാതെ വരില്ലല്ലോ ഇവരെ. ഇവർ രണ്ടുപേരും കൂടി ഒരു കുട്ടിയുടെ രേഖാചിത്രം വരപ്പിക്കാനായിട്ട് സ്റ്റേഷനിൽ വന്നപ്പോ ചിറ്റപ്പൻ അവരെ വിരട്ടി വിട്ടിട്ട് പടം കീറിക്കളഞ്ഞെന്നാണല്ലോ കേട്ടെ. കഷ്ടമുണ്ട് ചിറ്റപ്പ, രണ്ട് കൊച്ചു പിള്ളേര്. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ കാണാതായിട്ട് അവളെ കണ്ടുപിടിക്കാൻ രേഖാചിത്രം വരപ്പിക്കാനായിട്ട് വന്നതല്ലേ സ്റ്റേഷനില്. ആ പടം വാങ്ങിച്ച് കീറിക്കളയാന്ന് വെച്ചാ ചിറ്റപ്പൻ എന്തൊരു ദുഷ്ടനാ. ശരി, സമ്മതിച്ചു. ഞാൻ ദുഷ്ടനല്ല, പരമദുഷ്ടൻ. ആ അങ്ങനെ പറയേ. ആ കുട്ടികള് മീൻപാറ വന്നിരിക്കുന്നതും രേഖാചിത്രം വരപ്പിക്കാൻ വേണ്ടിയാണല്ലോ അല്ലേ? ആ അതെ. പൊന്നു ചിറ്റപ്പ, ഇതിലെങ്കിലും ഇടങ്കോലിടല്ലേ. ആ കുട്ടികൾ കൂട്ടുകാരുടെ പടം വരച്ചിട്ട് പൊക്കോട്ടെ. ഹേയ്, ഞാൻ എന്ത് ഇടങ്കോലിടാൻ? നീ പറഞ്ഞല്ലേ ഞാൻ ആ കേസേ വിട്ടു. അതാ നല്ലത്. എന്നാ ശരി, ഫോൺ വെച്ചോട്ടെ. ആ വെക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യണം. എന്താ ചിറ്റപ്പ? എടീ, ആ കുട്ടികൾ വരപ്പിക്കുന്ന കൂട്ടുകാരുടെ പടമില്ലേ, ആ അത് വരച്ചു തരാറായോ? ആ കഴിയാറായെന്ന് തോന്നുന്നു. അവരുടെ കൂട്ടുകാരുടെ പടം ആ കുട്ടികൾ കണ്ടില്ലല്ലോ ഇതുവരെ. ഇല്ല. ആ മോക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ആ അതെന്താ ചിറ്റപ്പ അങ്ങനെ പറഞ്ഞേ? ഹേയ്, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ആ മോളിപ്പോ ഒരു കാര്യം ചെയ്യും, ആ കുട്ടികളുടെ കൂട്ടുകാരുടെ രേഖാചിത്രം ഒതുക്കത്തിൽ പോയൊന്ന് നോക്കണം. അതെന്തിനാ? പോയൊന്ന് നോക്കടി. ആ പിന്നെ മോളെ, അവരുടെ കൂട്ടുകാരുടെ പടം കണ്ടിട്ട് നീ ബോധം കെട്ട് വീഴുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യരുത്. വായിന്ന് ഒരു അക്ഷരം പുറത്തേക്ക് വീഴരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി പിടിച്ചു നിന്നോണം. ബോധം കിട്ട് വീഴാൻ കള്ളിയങ്കാട്ട് നീലിയൊന്നുമല്ലല്ലോ അവരുടെ കൂട്ടുകാരി. എന്തായാലും ഒരു കൊച്ചുകുഞ്ഞല്ലേ. ആ എന്തായാലും നീ പോയി കണ്ടിട്ട് വാ കൊച്ചു കുഞ്ഞിനെ. ചിറ്റപ്പന്റെ ഈ വാക്കുകളിലൊക്കെ നിശബ്ദമായൊരു ഭീഷണി ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ വരട്ടാൻ പറ്റില്ല. ഞാൻ ഇത്തിരി മനോബലം കൂടുതലുള്ള കൂട്ടത്തിലാ. ആ മനോബലം കൂടുതലുണ്ടെങ്കിലും സാരമില്ല. നീ ഫോൺ കട്ട് ചെയ്യാതെ കാതോട് ചേർത്ത് വെച്ചോ. അതെ, നിനക്കൊരു കർണബലമായിരിക്കും. ശരി. ശാലിനി. അതെ, ശാലിനി തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.